ഹായ് ഫ്രണ്ട്സ്, മൗനരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രകാശനെ വാനോളം പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കാർത്തിക. അങ്ങനെ വിക്രത്തിനെ ജയിലിൽ നിന്ന് ഇറക്കുന്നുണ്ട്. പ്രകാശനും കൂടി RS കമ്പനിയിൽ വന്നിട്ട് കിരണിനെയും കല്യാണിയൊക്കെ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്. കിരണിനോട് പറയുന്നുണ്ട്, ഇനി എൻ്റെ മോനെയോ എന്നെയോ നിങ്ങൾ ആരെങ്കിലും കൈവയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ വിവരം അറിയാൻ പോകുന്നതേയുള്ളൂ. എനിക്കതിനുള്ള ആസ്തിയും എനിക്കതിനുള്ള ആൾബലവും ഒക്കെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അഹങ്കരിക്കുകയാണ് പ്രകാശന്. കല്യാണിക്കും കിരണിനൊന്നും തന്നെ മനസ്സിലാകുന്നില്ല, എന്താണ് ഇയാൾക്ക് സംഭവിച്ചതെന്നൊന്നും മനസ്സിലാകുന്നില്ല. അങ്ങനെ അയാൾക്ക് സാലറി ഒക്കെ കൊടുക്കുന്നുണ്ട്. പ്രകാശിന് സാലറി ഒക്കെ കൊടുക്കുകയാണ് കാർത്തിക. ഭയങ്കര സന്തോഷത്തിൽ തന്നെയാണ്. അതുപോലെ തന്നെ വിക്രത്തിനും ഒരു ജോലി അവിടെ കൊടുക്കുകയാണ്. അങ്ങനെ അവരുടെ ജീവിതം സ്വർഗതുല്യമാണ് എന്ന് തോന്നിക്കുന്ന ആ ഒരു സമയത്ത് തന്നെയാണ് തൻ്റെ അമ്മയെ പരിചയപ്പെടുത്തുന്നത് കാർത്തിക. ഓഫീസിലേക്ക് അമ്മ ഇരിക്കുന്ന സമയത്താണ് പ്രകാശൻ കടന്നു വരുന്നത്. കാർത്തികയുടെ അമ്മയെ കാണുമ്പോൾ വല്ലാതെ വെട്ടിവിയർക്കുകയാണ് പ്രകാശൻ ചെയ്യുന്നത്. ആ സമയത്ത് എന്തായാലും കാർത്തികയും കാർത്തികയുടെ അമ്മയും ഒന്നും ആ സമയത്ത് പ്രകാശന് കണ്ട ഭാവം പോലും പരിചയമുള്ളത് പോലും നടിക്കുന്നില്ല. പ്രകാശൻ ആകെ കൺഫ്യൂഷൻ ആവാണ്. എന്താണ് ഇത് എൻ്റെ ആദ്യ ഭാര്യയല്ലേ, ലക്ഷ്മിയല്ലേ, ഇതൊക്കെ അല്ലേ ഇതെന്നൊക്കെ ഓർത്തു നിൽക്കുകയാണ്. പക്ഷെ അവർ പ്രകാശനെ ആദ്യമായി കാണുന്നത് പോലെയാണ് സംസാരിക്കുന്നതൊക്കെ. അങ്ങനെ ഇതിലെന്തൊക്കെയോ ചതികളുണ്ടെന്നൊക്കെ പ്രകാശിന് തോന്നിത്തുടങ്ങുകയാണ്. അങ്ങനെ ഏറ്റവും കൂടുതൽ സന്തോഷത്തിനൊടുവിൽ പ്രകാശന് ശരിക്കും നല്ല പണി തന്നെ കൊടുക്കുകയാണ് കാർത്തിക ചെയ്യുന്നത്. കാർത്തികയാണെങ്കിൽ കിരണിൻ്റെയും കല്യാണിക്കൊപ്പം തന്നെയാണ്. കാർത്തിക തൻ്റെ ശത്രുക്കളുടെ പക്ഷത്താണ് എന്നറിയാതൊക്കെയാണ് പ്രകാശനും അമ്മൂമ്മയും അതുപോലെ തന്നെ വിക്രമൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒടുവിൽ അവരുടെയൊക്കെ വീഴ്ച നമുക്കുടനെ കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.